ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ വന്ദനങ്ങൾ ചൊല്ലുന്നു. പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. ഭക്തനായ പൗലോസ് ദൈവസന്നിധിയിൽ കൊലോസ്യയിലെ ദൈവജനത്തെയും നമ്മെയും എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവജനത്തോടും താൻ വളരെ വ്യക്തമായി പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടമായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ ഉപദേശിച്ചു വരുമ്പോൾ ഒരു താഴ്ചയും ഒരു ഉയർച്ചയും. താഴെ നോക്കുന്നവർക്ക് എന്ത് കിട്ടും, മുകളിലേക്ക് നോക്കുന്നവർക്ക് എന്ത് കിട്ടും? അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പ്രതിപാദിക്കുന്നത്. പൗലോസ് ഇങ്ങനെ പറയുന്നു, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം തുടങ്ങി സകലതും, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ദുർമോഹം, ഇതൊക്കെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളാണ്. നമ്മുടെ അവയവങ്ങളെ മരവിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം നമ്മൾ പൗലോസ് ആ കാലത്ത് പറയുമ്പോൾ നമ്മൾ ഈ കാലത്ത് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് കണ്ണു പതിച്ച് ഈ ഭൂമിയിൽ ആരെ എങ്ങനെ ചതിച്ച് വഞ്ചിച്ച് എങ്ങനെ നേടാം എന്ന് കരുതി ദൂഷണങ്ങളും ഭോഷ്കുകളും പറഞ്ഞ് നാം ഇല്ലാത്തതുണ്ടാക്കുവാൻ താഴേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി പറയുന്നു, താഴേക്ക് നോക്കരുത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ പുതിയ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനാണ് ഓരോ ദിവസവും നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഉയരത്തിലേക്ക് കണ്ണുകൾ പതിക്കുവാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം താഴേക്ക് കണ്ണുകൾ പതിച്ചപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ പറ്റിയത്. ദാവീദ് ടെറസിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മേൽത്തട്ടിൽ നിന്നുകൊണ്ട് താഴേക്ക് പതിക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞത് പാപത്തിൻ്റെ കാഴ്ചയായിരുന്നു. അതുതന്നെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. ദൈവസന്നിധിയിൽ വളരെ വേദനാജനകമായ, പുറത്തു പറയാൻ കഴിയാത്ത, കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുമ്പോൾ പറയാൻ കഴിയാത്ത നിലവാരത്തിൽ പാപത്തിൽ അകപ്പെടുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് താഴേക്കുള്ള നോട്ടമായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. സാത്താൻ ഭൂമിയുടെ ഏറ്റവും ഉന്നതമായ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് നോക്കുവാൻ ആ ഭൂമിയുടെ സൗന്ദര്യം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുമ്പോഴും യേശുവിൻ്റെ ആത്മാവും ദൃഷ്ടിയും വാസ്തവത്തിൽ ഉയരത്തിലേക്കായിരുന്നു. അതുകൊണ്ട് ആ പരീക്ഷ ജയിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. നമ്മൾ ഈ പ്രഭാതത്തിൽ ഒന്നാലോചിച്ച് നോക്കി. 1-ാം നൂറ്റാണ്ടിൽ എല്ലാ ദൈവത്തിൻ്റെ ജനവും ആലയത്തിൽ വന്ന് അവർക്കുള്ള നന്മകൾ, ദശാംശങ്ങൾ, സ്തോത്ര വഴിപാടുകൾ ആലയത്തിൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് കണ്ടപ്പോൾ അത് നോക്കിയ അനന്യാസും സഫീറയും അവരുടെ ദൃഷ്ടി ഈ ലോകത്തിലേക്ക് പതിയുവാനിടയായി. ഇവിടെ നാം പറയുന്ന വിഗ്രഹാരാധനയായ അത്യാഗ്രഹം അവരുടെ ഉള്ളിൽ പൊങ്ങി വരുവാനിടയായി. എല്ലാം എന്തിന്? കുറച്ചൊന്ന് മാറ്റിവെക്കാം. അവരുടെ മരണത്തിന് കാരണമായി, ദാവീദിൻ്റെ ആത്മീയ മരണത്തിന് കാരണമായി. പ്രിയമുള്ളവരെ, ഇന്ന് പൗലോസ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൻ്റെ
വലതുഭാഗത്ത്, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ നാം നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാനിടയായിത്തീരും. പൗലോസ് അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഫോഷ്ക്ക് പറയുന്ന അനുഭവങ്ങൾ, പഴയ മനുഷ്യനെ പലപ്പോഴും കളയാൻ കഴിയാത്ത അനുഭവങ്ങൾ, സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി കള്ളം പറയുന്ന അനുഭവങ്ങൾ, ദുർഭാഷണങ്ങൾ, ദൂഷണങ്ങൾ, എത്ര വേദനാജനകമായിരിക്കും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം അനുഗ്രഹത്തിൻ്റെ വചനം ദൈവം തന്നു. ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ തലമുറ അനുഭവിക്കണമെങ്കിൽ, അത് നമുക്ക് നന്മയ്ക്കായി തീരണമെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം തരുന്ന ദൈവിക അനുഗ്രഹങ്ങളിലേക്കല്ല നോക്കേണ്ടത്, തന്നവനായ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ നമ്മളെ അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുന്നു. ആകയാൽ ആ കാൽവരിയിലേക്ക് നോക്കാം. എല്ലാ ദാനങ്ങളുടെയും ഉറവിടമായ ക്രിസ്തു, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായ കർത്താവ്, ആ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ വയ്ക്കട്ടെ. ആ കണ്ണുകൾ നമ്മുടെ കണ്ണുകളിലേക്ക് പതിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തെ കാണുവാൻ, ആത്മാവിൽ ഒരു ദൈവികമായ വിശുദ്ധ ജീവിതം നയിപ്പാൻ, നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ നമുക്ക് ദൈവത്തോട് പറയാം ദൈവത്തോട്, യേശുവേ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളെ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.